ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. 10ാം തരം മെയിൻസ് പരീക്ഷയായ സെക്രട്ടേറിയറ്റ് OAയുടെ ഡേറ്റൊക്കെ വന്നു. മെയ്യിലാണ് പരീക്ഷ. അപ്പോൾ നന്നായി പഠിക്കുക, നന്നായി പരിശീലിക്കുക. ഇന്ന് നമ്മുടെ ഭരണ സംവിധാനം, ജനാധിപത്യം, ദുരന്ത നിവാരണം ഈ മേഖലയിലുള്ള ലാസ്റ്റ് വീഡിയോ ആണ്. കഴിഞ്ഞ 4 വീഡിയോകളിലായിട്ട് 40 ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് തുടരാം. ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് നിർവചിച്ച വ്യക്തി. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന അമർത്യ സെൻ. ജനാധിപത്യം എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് BC 5ാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് ചരിത്രകാരനായ ഹെറഡോട്ടസ് ആണ്. ഇനി അമർത്യ സെന്നിനെ പറ്റി പറഞ്ഞാൽ 1998 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. ഇവയിൽ ഉരുൾപൊട്ടലിന് കാരണമാകുന്ന പ്രവർത്തനം, ചെങ്കുത്തായ പ്രദേശങ്ങളിൽ അശാസ്ത്രീയമായി നിർമ്മാണ പ്രവർത്തനം നടത്തുക, മണ്ണിളക്കിയുള്ള കൃഷിരീതി, കുന്നിടിക്കലും വനനശീകരണവും, കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്ന കൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഒക്കെ ഇളക്കിക്കൊണ്ട് താഴേക്ക് വരുന്നു. അതാണ് ഉരുൾപൊട്ടൽ. ഈ പ്രതിഭാസം കൂടുതലും മഴക്കാലത്താണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, മണ്ണ് നനഞ്ഞിളകുമ്പോൾ. ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കടിയിലെ കല്ലും മണ്ണും വെള്ളത്തോടൊപ്പം ശക്തിയായിട്ട് പുറത്തേക്ക് വരിക. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ കണ്ടെത്തുക. കേരളത്തിൽ ഏറ്റവും അധികം ഭീഷണി ഉയർത്തുന്ന പ്രകൃതി ദുരന്തമാണ് ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയായി ഭൗമശാസ്ത്ര പ്രകാരം അത് തെറ്റാണ്. ഉരുൾപൊട്ടൽ കേരളത്തിൽ കൂടുതലായി അനുഭവപ്പെടുന്നത് ഭൂപ്രകൃതി മലയോര പ്രദേശത്താണ്. അത് നമുക്കറിയാം. ഉരുൾപൊട്ടലിൻ്റെ ഫലമായി ഉണ്ടാകുന്ന നീർച്ചാലുകളുടെ നിരന്തര അപരദനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രൂപമാണ് താഴ്വരകൾ. അപ്പോൾ 3ാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ശരി ഉത്തരം, ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയായി ഭൗമശാസ്ത്ര പഠന കേന്ദ്രം കണക്കാക്കുന്നത് 20 ഡിഗ്രി ചരിവുള്ള പ്രദേശങ്ങളാണ്, 10 അല്ല. ഉരുൾപൊട്ടലുണ്ടായ അമ്പൂരി തിരുവനന്തപുരം ജില്ലയിലാണ്. ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ കോഴിക്കോട് ജില്ലയിലാണ്. 2024 ജൂലൈ 30 വലിയ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശം വയനാട്ടിലെ മുണ്ടക്കൈ. കറുത്ത വർഗക്കാരുടെ പൗരാവകാശത്തിനായി പോരാടിയ നെൽസൺ മണ്ടേലയുടെ ജന്മദിനം 1918 ജൂലൈ 18. ദക്ഷിണാഫ്രിക്കൻ വർണ്ണവിവേചന വിരുദ്ധ പ്രവർത്തകനും രാഷ്ട്രീയ നായകനുമായിരുന്നു അദ്ദേഹം. 1994 മുതൽ 99 വരെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റായിരുന്നു. ദക്ഷിണാഫ്രിക്കയുടെ കറുത്ത വർഗക്കാരനായ ആദ്യ പ്രസിഡൻറ്റും സമ്പൂർണ്ണ പ്രാതിനിധ്യമുള്ള ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി തിരഞ്ഞെടുത്ത പ്രസിഡൻറ്റും നെൽസൺ മണ്ടേലയാണ്. മണ്ടേലയുടെ ജന്മദിനമായ ജൂലൈ 18 നെൽസൺ മണ്ടേല രാജ്യാന്തര ദിനമായി ആചരിക്കുന്നു. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന. കേവല ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ജനസംഖ്യാ അനുപാതത്തിൽ രാജ്യത്തെ പല മണ്ഡലങ്ങളായി തിരിക്കുന്നു. എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയെങ്കിലും മത്സരിക്കാം. മറ്റു സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ലഭിക്കുന്നയാൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇതെല്ലാം ശരിയാണ്. കേവല ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായി തിരിക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. എത്ര പേർക്ക് വേണമെങ്കിലും മത്സരിക്കാം. ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നയാളായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക. ഇവയിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതല, അവകാശ സംരക്ഷണം. നിർബന്ധിത ചുമതലകൾ ഏതൊക്കെയെന്ന് ഓർത്തോണം. അതിർത്തി സംരക്ഷണം, ആഭ്യന്തര സമാധാനം, അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കൽ. വിവേചനാപരമായ ചുമതലകളുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമ പദ്ധതികൾ, ഗതാഗതം.
ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അരിസ്റ്റോട്ടിൽ. പുരാതന ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിനെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ്. അരിസ്റ്റോട്ടിലിൻ്റെ ദി പൊളിറ്റിക്സ്, നിക്കോമേഷ്യൻ എത്തിക്സ് എന്നീ കൃതികൾ രാഷ്ട്രീയ വ്യവസ്ഥകളെ ദാർശനിക അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നവയാണ്. BC 384 മുതൽ 322 വരെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. അലക്സാണ്ടർ ചക്രവർത്തി അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനും വിഖ്യാത ഗ്രീക്ക് ചിന്തകൻ പ്ലേറ്റോ അരിസ്റ്റോട്ടിലിൻ്റെ ഗുരുവും ആയിരുന്നു. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് പ്ലേറ്റോയുടെ വാക്കുകൾ. ചില പ്രസിദ്ധമായ ഉദ്ധരണികൾ: ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്, റെനെ ദെക്കാർത്തെ. 40 വയസ്സിനു ശേഷം ഓരോ മനുഷ്യനും ഓരോ തെമ്മാടിയാണ്, ബർണാഡ് ഷാ. ഗ്രാമവികസനം ജനങ്ങളുടെ ക്ഷേമത്തിൻ്റെ ഒരു പ്രക്രിയയാണ്, ടെയ്ലർ. ലോകം ഭാരതീയരോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു, നമ്മെ എണ്ണാൻ പഠിപ്പിച്ചത് അവരാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. സ്കൂളിലെ തറയിലിരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്, മലാല യൂസഫ്സായി. രാജ്യത്തെക്കുറിച്ചും ഗവൺമെൻറ്റുകളെക്കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിൻ്റെ കൃതി പൊളിറ്റിക്സ്. രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ്, പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ഈ ഒരു സെക്ഷൻ്റെ ഫൈനൽ ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 35 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ 52-ാം അനുച്ഛേദപ്രകാരം ഇന്ത്യക്കൊരു രാഷ്ട്രപതി വേണം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി. ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതി പദവിയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് മുർമു. രാഷ്ട്രപതിയായ ഏക മലയാളി KR നാരായണൻ. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനും പ്രഥമ പൗരനും ഇന്ത്യയിലെ സായുധ സേനാ വിഭാഗങ്ങളുടെ പരമോന്നത മേധാവിയും രാഷ്ട്രപതിയാണ്. അപ്പോൾ 50 ചോദ്യങ്ങൾ 5 ക്ലാസ്സുകളിലായിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക, തുടർന്നും കാണാൻ ശ്രമിക്കുക. അടുത്ത ആഴ്ച അടുത്ത പങ്ക്തിയിലെ പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.